തൃശൂർ കോർപ്പറേഷന്റെ അടിയന്തര കൌൺസിൽ യോഗത്തിലും പൊതുചർച്ചകൾ ഉന്നയിച്ച് സമയം വൈകിപ്പിക്കുന്നതിൽ രോഷാകുലനായി മേയർ എം കെ വർഗീസ്. കുടിവെള്ള പൈപ്പ് പൊട്ടൽ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്ന് മേയർ. തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. പൂരം പ്രദർശനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി പ്രദർശന കമ്മിറ്റി. ഒല്ലൂർ ജംഗ്ഷൻ വികസനം ആശങ്ക മാറാതെ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിനൊരുങ്ങി ബിജെപി. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ല യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ല. പരിശോധന പേരിന് മാത്രം. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ശനിയാഴ്ച. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാളവേലകൾ വൈകിട്ട് കാവിലെത്തും. കുന്നംകുളം പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. മരത്തങ്കോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷന്റെ അടിയന്തര കൌൺസിൽ യോഗത്തിലും പൊതുചർച്ചകൾ ഉന്നയിച്ച് സമയം വൈകിപ്പിക്കുന്നതിൽ രോഷാകുലനായി മേയർ എം കെ വർഗീസ്. കുടിവെള്ള പൈപ്പ് പൊട്ടൽ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്ന് മേയർ. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വിരലിലെണ്ണാവുന്ന അജണ്ടകളുമായിട്ടാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്യാൻ പോലും ചുരുങ്ങിയ സമയം മാത്രമുള്ളപ്പോഴും കൌൺസിലർമാർ പൊതുചർച്ചയിലേക്ക് കടന്നതാണ് മേയറെ ചൊടിപ്പിച്ചത്. ഇതുപോലെയുള്ള അടിയന്തര യോഗത്തിൽ ചർച്ച പാടില്ല. പക്ഷെ നിങ്ങൾ ഒരു വിഷയം എല്ലാവരും സംസാരിച്ചാൽ മനസ്സിലാവുന്നു. അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റും. ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന് സ്നേഹാദരവ് നൽകിയാണ് യോഗം ആരംഭിച്ചത്. എന്നാൽ ഇക്കാര്യം പ്രതിപക്ഷ കൌൺസിലർമാരെ മുൻകൂട്ടി അറിയിക്കാതെ ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ ആരോപിച്ചു. മാലിന്യ സംസ്കരണത്തിന് ആത്മാർത്ഥമായി ഒന്നും ചെയ്യാതെയാണ് കോർപ്പറേഷൻ മാലിന്യമുക്ത കോർപ്പറേഷൻ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. സംസ്കരണ പ്ലാന്റുകൾ പലതും അടച്ചുപൂട്ടിയ കോർപ്പറേഷന്റെ സീറോ വേസ്റ്റ് പദ്ധതി പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോർപ്പറേഷന്റെ വിവിധ പ്രദേശത്തെ ശുചിമുറി മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ജനകീയ സമിതികൾ രൂപീകരിക്കണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. അതേസമയം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അഭാവത്തിൽ കമ്മിറ്റി അംഗമായ രാജശ്രീ ഗോപൻ മാലിന്യമുക്ത പദ്ധതി പ്രഖ്യാപനം സംബന്ധിച്ച യോഗത്തിലെ തീരുമാനങ്ങൾ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചതിനെ പ്രതിപക്ഷാംഗം രാമനാഥൻ എതിർത്തത് ബഹളത്തിനിടയാക്കി. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുന്നത് മൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവാകുമ്പോഴും പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ലെന്ന് കൌൺസിലർമാർ ആരോപിച്ചു. വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നും മേയർ മറുപടിയായി പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ട് ആശങ്ക ഒഴിവാക്കാൻ ഇടപെടണമെന്ന് ഭരണപക്ഷ കൌൺസിലർ സതീഷ് കുമാർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഇടപെടലിനും കോർപ്പറേഷൻ തയ്യാറാണെന്ന് മേയർ അറിയിച്ചു. എല്ലാ ജനങ്ങൾക്കും സുഗമമായി ഈ പറയുന്ന തൃശൂർ പൂരം കാണണം എന്നുള്ളതും അത് കാണിക്കേണ്ട ഉത്തരവാദിത്വവും തൃശൂർ പൗരവലിയോട് നമുക്കുണ്ട്. തടസ്സമില്ലാതെ അത് കാണിച്ചു കൊടുക്കും എന്നും കൂടി ഈ അവസരത്തിൽ ഈ കോർപ്പറേഷൻ അതിനു വേണ്ട എല്ലാ നടപടിയും ചെയ്യുമെന്നും കൂടി അവസരത്തിൽ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കേണ്ട പെൻഷൻ തുക കുടിശ്ശികയാകുമ്പോൾ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അനന്തരാവകാശികളിൽ നിന്ന് തിരിച്ചടയ്ക്കുന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ജോൺ ഡാനിയൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്തെഴുതുമെന്ന് മേയറും വ്യക്തമാക്കി. TCV തൃശൂർ. തൃശൂർ പൂരം പ്രദർശനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് പ്രദർശന ഗ്രൌണ്ടിന് പ്രദർശന കമ്മിറ്റി കൊടുക്കേണ്ട വാടക സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്തിയിട്ടുണ്ട്. നിലവിലെ 42 ലക്ഷം രൂപ തന്നെ വാടകയായി നൽകാനാണ് തീരുമാനം. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 5:30 കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. 150-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് ഈ വർഷം പ്രദർശന നഗരിയിൽ സജ്ജമാകുന്നത്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് GST ഉൾപ്പെടെ 40 രൂപയും പൂര ദിവസം 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പൂരം പ്രദർശന ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പ്രദർശന കമ്മിറ്റി യോഗം ചേർന്നു. തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ എം ബാലഗോപാൽ,
പി പ്രകാശ്, സെക്രട്ടറി എം രവികുമാർ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മങ്ങാട്ട്, ട്രഷറർ കെ ദിലീപ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒല്ലൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ അളവെടുപ്പ് നടത്തി. കല്ലിടൽ പൂർത്തിയായതോടെ വ്യാപാരികളും സ്ഥല ഉടമകളും ആശങ്കയിൽ. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലാണ്. പല വീടുകൾക്കും മധ്യത്തിലൂടെയാണ് അളവെടുപ്പ് നടത്തി കല്ലിടൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇവരെല്ലാം എന്തു ചെയ്യും എന്നതിനെക്കുറിച്ചോ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവും അധികൃതരാരും നൽകിയിട്ടുമില്ല. വികസനത്തിനായി സ്ഥലം പൂർണ്ണമായി നഷ്ടപ്പെടുന്നവർക്ക് കോർപ്പറേഷൻ ബദൽ സംവിധാനം ഒരുക്കുമെന്നാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. പിന്നീട് ഇത് സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടാകാത്തതാണ് വ്യാപാരികൾക്കിടയിൽ ആശങ്ക ഉയരാൻ കാരണം. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് ജോൺസൺ പറഞ്ഞു. എല്ലാ കാലത്തും ഒല്ലൂർക്കാരുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അതിലേക്കുള്ള ചുവടുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലായിട്ടുള്ളത്. വ്യാപാരികൾ ഒരിക്കലും വികസനത്തിനെതിരല്ല. എന്നിരുന്നാലും ഇക്കാര്യത്തിൽ വ്യാപാരികളുടെ ആശങ്കകളും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഏറ്റവും പെട്ടെന്ന് അവരെ കൂടി പരിഗണിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് ഏകോപന സമിതി എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നത്. വർഷങ്ങളായി തങ്ങൾ നടത്തിവരുന്ന സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരുമ്പോൾ ഉപജീവനത്തിന് മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും എന്നതും തങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. 2 ഏക്കർ 30 സെന്റ് ഭൂമിയാണ് ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. സാമൂഹികാഘാത പഠനം നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറുന്നതനുസരിച്ച് ഭൂമിയുടെ നഷ്ടപരിഹാരം നൽകുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് AL വിഭാഗം തഹസിൽദാർ TG ബിന്ദു പറഞ്ഞു. അതേസമയം വ്യാപാരികളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നാളെ ഒല്ലൂരിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ല യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ലെന്ന് പരാതി. തൃശൂർ റൂട്ടിൽ ബഹുഭൂരിപക്ഷം ബസ്സുകളിലും യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാറില്ല. ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന പല ബസ്സുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണമെന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാൻ ബസ് ഉടമകളും ജീവനക്കാരും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതൊരു നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പല ബസ്സുകളിലും ഒരു ടിക്കറ്റ് കൊടുക്കാത്തൊരു പ്രവണതയുള്ളത്. നമ്മൾ ചോദിക്കുമ്പോൾ അവരിൽ ടിക്കറ്റ് ഇല്ല, നിങ്ങൾ അതേ പൈസ തന്നെ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പൈസ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എത്രയാണ് അതിൻ്റെ ചാർജ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്നത് വാങ്ങി വെക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് എത്രയാണ് ചാർജ് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അവർ കൊടുക്കുന്നത് വാങ്ങുക, ടിക്കറ്റ് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുക, ഇനി പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോവുക എന്നുള്ള സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം, അടിയന്തര നടപടി ഉണ്ടാകണം. നിർബന്ധപൂർവ്വം ടിക്കറ്റ് ആവശ്യപ്പെടുന്ന യാത്രക്കാരെ ബസ് ജീവനക്കാർ പരിഹസിക്കുകയാണ് പതിവ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടക്കുന്ന ദിവസങ്ങളിൽ ബസ്സുകളിൽ ടിക്കറ്റ് മെഷീൻ പ്രത്യക്ഷപ്പെടും. പരിശോധന കഴിയുന്നതോടെ ടിക്കറ്റ് അപ്രത്യക്ഷമാകുകയും ചെയ്യും. യാത്രക്കിടയിൽ അസൗകര്യങ്ങളുണ്ടായാൽ പരാതിപ്പെടണമെങ്കിൽ ടിക്കറ്റ് കൂടിയേ തീരൂ. അപകടങ്ങൾ സംഭവിച്ചാൽ യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ബസ് ടിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ടിക്കറ്റ് യാത്രക്കാരൻ്റെ അവകാശമാണെന്നിരിക്കെ അത് നിഷേധിക്കുന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. TCV, കൊടുങ്ങല്ലൂർ. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. കുണ്ടായിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ച തൊഴുത്തിനോട് ചേർന്നാണ് ക്യാമറ സ്ഥാപിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിൽ കെട്ടിയ പശുക്കുട്ടിയെയാണ് കഴിഞ്ഞ രാത്രിയിൽ പുലി ആക്രമിച്ചത്. ഇവരുടെ തൊഴുത്തിൽ 3-ാം തവണയാണ് പുലിയിറങ്ങി പശുക്കളെ ആക്രമിച്ചത്. 2 മാസം മുൻപ് ഇതേ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇവരുടെ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. ഇതേ തുടർന്ന് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രദേശത്ത് നിരന്തരം പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുന്നത് പതിവായതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം തുടർ നടപടികൾ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പ്. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനംവകുപ്പ് എത്തിച്ചിരിക്കുന്ന കെണിക്കൂട് പ്രവർത്തന സജ്ജമായി. കോതമംഗലത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം കൂട് കൊണ്ടുവന്നത്. പ്രത്യേക അറയിൽ നായയെ കെട്ടിയിട്ടാണ് പുലിയെ കുടുക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള മറ്റൊരു കൂടും ഇവിടേക്ക് കൊണ്ടുവരും. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ഇതിനിടെ ചിറങ്ങര, വഴിച്ചാൽ, മംഗലശ്ശേരി എന്നിവിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ 2-ാം തവണയും പരിശോധിച്ചുവെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം രാത്രിയും ചില പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചു.
രണ്ട് സ്ഥലത്തെയും കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ കുറുക്കന്റേതാണെന്ന് വ്യക്തമായി. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ശനിയാഴ്ച. ആനയില്ലാത്ത ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണം കൊയ്തൊഴിഞ്ഞ വയലുകളിലൂടെ കാവ് പരിസരത്തെത്തുന്ന കാളവേലകളാണ്. ചേലക്കര, തോന്നൂർക്കര, കുറുമല, പങ്ങാരപ്പിള്ളി, വെങ്ങാനല്ലൂർ, ചേലക്കോട് ദേശങ്ങളാണ് വേല പങ്കാളികൾ. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാളവേലകൾ വൈകിട്ട് കാവിന് മുന്നിലെത്തും. വേല പിറ്റേന്ന് രാവിലെയാണ് കാളവേലകൾ കാവുകയറി കളി നടത്തുന്നത്. രാത്രിയോടെ കളം മായ്ക്കലിന് ശേഷം കാളി ദാരികന്മാരും അന്തിമഹാകാളൻ കാവിലേക്ക് പുറപ്പെടും. വേലയാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ MLA യുവാർ പ്രദീപിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. കുന്നംകുളം പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. മരത്തങ്കോട് സ്വദേശി 27 വയസ്സുള്ള അക്ഷയാണ് കൊല്ലപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട അക്ഷയ്. സുഹൃത്തുക്കളായ ലിഷോയ്, ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഗുരുവായൂർ സ്വദേശിയായ ബാദുഷ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് 3 ഘട്ടം പൂർത്തീകരിച്ച കൊക്കാല മുതൽ വെളിയന്നൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം മേയർ MK വർഗീസ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ACP സലീഷ് N ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന്റെ കോൺക്രീറ്റ് റോഡിനെ മാതൃകയാക്കി നിർമ്മിക്കുന്ന കൂർക്കഞ്ചേരി മുതൽ സ്വരാജ് റൌണ്ട് വരെയുള്ള റോഡ് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 2.5 കോടി രൂപ വീതമുള്ള 4 ഘട്ടങ്ങളിലായി 10 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. സമയബന്ധിതമായി 2 ഘട്ടവും 3-ാം ഘട്ടത്തിന്റെ ഒരു ഭാഗവും പൂർത്തീകരിച്ച് കൂർക്കഞ്ചേരി മുതൽ കൊക്കാല വരെയുള്ള ഭാഗം നേരത്തെ തുറന്നുകൊടുത്തിരുന്നു. 3-ാം ഘട്ടത്തിൽ ശേഷിക്കുന്ന കൊക്കാല മുതൽ വെളിയന്നൂർ മാതൃഭൂമി ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. കരാർ കാലയളവിനുള്ളിൽ കോൺക്രീറ്റിംഗ് നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത മാസം ആദ്യം ഈ റോഡ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കങ്ങളും 7 കിലോ പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ പുഴയ്ക്കൽ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചാക്കുകളിലാക്കി പടക്കവും പൊട്ടാസ്യം ക്ലോറേറ്റും സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ സുന്ദരാക്ഷനെ അറസ്റ്റ് ചെയ്തു. 3 മാസം മുൻപ് ഇവിടെ നിന്ന് വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് സുന്ദരാക്ഷൻ ഓലപ്പടക്കം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. വിഷുവിന് വിൽപ്പന നടത്തുവാനാണ് ഓലപ്പടക്കം സൂക്ഷിച്ചിരുന്നത്. ഇൻസ്പെക്ടർ റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പടക്കം പിടിച്ചെടുത്തത്. SIമാരായ PS സുമൻ, PV പ്രദീപ്, പോലീസ് ഓഫീസർമാരായ K സഗുൺ, സുബിൻ, സുധി, മനു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മാളയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചെന്തുരുത്തി അറക്കപ്പറമ്പിൽ 58 വയസ്സുള്ള രവിയാണ് മരിച്ചത്. മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൃഷ്ണൻകോട്ട റോഡിലായിരുന്നു സംഭവം. പൊയ്യ ഭാഗത്തു നിന്ന് എതിർദിശയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാറാണ് ഇടിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. മാളയിലെ ദന്തൽ ക്ലിനിക്കിലെ ജീവനക്കാരനായിരുന്ന രവി സ്ഥാപനം തുറന്ന ശേഷം ചെന്തുരുത്തിയിലെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ചത് 2 പരാതികൾ മാത്രം. മാപ്രാണം സ്വദേശിയും പൂമംഗലം സ്വദേശിനിയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകാമെന്ന് ചിലർ വാഗ്ദാനം നൽകിയതാണ് പരാതികൾ കൂടുതൽ കൊടുക്കാത്തതിന് കാരണമെന്നാണ് സൂചന. ബാങ്കുകളിലെ ഡെഡ് മണി, ഇറിഡിയം, ലോഹം തുടങ്ങിയവയിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നൽകാമെന്ന് പറഞ്ഞ് ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിസ്വാമിക്കും 2 സ്ത്രീകൾക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നന്ദിലത്ത് ചന്തു ചരിഞ്ഞു. 24 വയസ്സായിരുന്നു. ചന്ദ്രൻ നന്ദിലത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. ഹൃദയാഘാതമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മോഴ വിഭാഗത്തിൽപ്പെട്ട ആനയാണിത്. ആനയെ കോടനാട് പെരുന്തോട്ടിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വെള്ളിയാഴ്ചയാണ് ആന ചരിഞ്ഞത്. പറപ്പൂക്കര നെടുമ്പാളിൽ വെച്ചായിരുന്നു അന്ത്യം. ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
സംസ്ഥാന പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിക്കുള്ളിൽ വ്യാപകമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട വിഷയത്തിൽ KSTPക്കെതിരെ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ നടത്തിവന്നിരുന്ന ജലവിതരണത്തിന് അനുവദിച്ച ഫണ്ടിന്റെ പരിധി കഴിഞ്ഞെന്നും ഇനി തുടരാൻ കഴിയില്ലെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. ജില്ലാ ഭരണകൂടം നൽകിയ പ്രത്യേക അനുമതിയിൽ 5 ലക്ഷം രൂപ വരെ ചെലവഴിക്കാനാകുമെന്നും വരൾച്ചയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുടിവെള്ള വിതരണത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയമെടുക്കുമെന്നും നഗരസഭാ സെക്രട്ടറി MH ഷാജിക് വിശദീകരിച്ചു. എന്നാൽ കുടിവെള്ള വിതരണം തുടരണമെന്ന UDF പാർലമെന്ററി പാർട്ടി ലീഡർ സോണിയാഗിരി, BJP അംഗം TK ഷാജു എന്നിവർ ആവശ്യപ്പെട്ടു. ശുദ്ധജല വിതരണം തുടരണമെന്നും മറ്റ് ഏജൻസികളെ കുറ്റപ്പെടുത്തി നഗരസഭയ്ക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KR വിജയ പറഞ്ഞു. സ്ഥലം MLA എന്ന നിലയിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു നിരന്തരം നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് KR വിജയ പറഞ്ഞു. ഫോണിലേക്ക് അയച്ച മെസ്സേജിന്റെ പേരിൽ മരത്താക്കര സ്വദേശിയായ 17-കാരനെ ദേഹോപദ്രവം ചെയ്ത കേസിലെ പ്രതികളെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊഴക്കുള്ളി സ്വദേശി കേളങ്ങാത്ത വീട്ടിൽ ജിഷ്ണു, ഒല്ലൂക്കര ഇലഞ്ഞിക്കുളം സ്വദേശി വടക്കൂടൻ വീട്ടിൽ അതുൽ, കൊഴുക്കുള്ളി സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ ഇതിഹാസ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ MK ഷമീർ, സബ് ഇൻസ്പെക്ടർ KC ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരട്ട സഹോദരന്മാരെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രിമിനലുകളും 2 കൊലപാതക കേസുകൾ ഉൾപ്പെടെ 10ഓളം കേസിലെ പ്രതികളുമായ ഇരട്ട സഹോദരങ്ങളായ മൂർക്കനിക്കര സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ ബ്രഹ്മജിത്ത്, വിഷ്ണുജിത്ത് എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തി നിയമ നടപടികൾ സ്വീകരിച്ചത്. നിലവിൽ ഇരുവരും ജയിലിലാണ്. 2023-ൽ ഇവരെ കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്ക് തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. പിന്നീട് പുറത്തിറങ്ങി വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് ഇവർക്കെതിരെ വീണ്ടും 1 വർഷത്തേക്ക് കാപ്പ നിയമ നടപടി സ്വീകരിച്ചത്. പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെ ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ തൃശൂർ-എറണാകുളം റൂട്ടിലെ പ്രധാന റോഡ് പൊളിച്ചത് സംഘർഷത്തിനിടയാക്കി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത JCBക്ക് മുന്നിൽ കുത്തിയിരുന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അനുരഞ്ജനത്തിന് ശ്രമം നടത്തി. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് കിഴക്കുഭാഗത്ത് ദേശീയപാതയും അടിപ്പാത നിർമ്മാണത്തിനായി കരാർ കമ്പനിക്കാർ പൊളിച്ചത്. സർവീസ് റോഡുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് പടിഞ്ഞാറ് ഭാഗത്തെ മെയിൻ റോഡ് പൊളിച്ചതിനെ തുടർന്ന് ജനകീയ പ്രതിരോധ സമിതി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാരെയും തൃശൂരിൽ ജില്ലാ കളക്ടറെയും കണ്ട് പരാതികൾ നൽകുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് തീരുമാനം വരുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായാണ് 2ാമത്തെ റോഡും പൊളിക്കാനുള്ള ശ്രമം നടന്നത്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതോടെ ദേശീയപാതയിലെ കൊരട്ടി മുരിങ്ങൂർ മേഖലയിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നോക്കുകുത്തിയായി നിലകൊള്ളുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതിയായി മാറ്റണമെന്ന് ആവശ്യം. മാങ്കുറ്റിപ്പാടം പ്രദേശത്ത് വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് 2.5 പതിറ്റാണ്ട് മുമ്പ് ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഉപയോഗശൂന്യമായി കിടന്നാർന്ന സാധനം 2015 അതിന് 10 ലക്ഷം രൂപ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിഹിതവും കൂടി വെച്ച് അന്ന് ഇവിടെ വോൾട്ടേജ് വിഷയം വലിയൊരു വിഷയമായിരുന്നു. ട്രാൻസ്ഫോമർ വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളും ചെയ്തു. 15-ൽ ഉദ്ഘാടനം അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ശാന്തിനഗർ പ്രദേശത്തെ കനാലിന് മേൽവശത്തുള്ള കൃഷിഭൂമിയിലേക്ക് ജലസേചന സൗകര്യവും ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ശുദ്ധജല ലഭ്യതയും ലക്ഷ്യമിട്ടാണ് ശാന്തിനഗർ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിനായി ഗുണഭോക്തൃ സമിതി രൂപവൽക്കരിക്കുകയും ശാന്തിനഗറിൽ പമ്പ് ഹൗസും കുളവും നിർമ്മിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുകയും ചെയ്തു. വൈകാതെ കുളവും പമ്പ് ഹൗസും നിർമ്മിക്കുകയും
മോട്ടോർ വാങ്ങി സ്ഥാപിക്കുകയും ചെയ്തു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണികൾ പാതി വഴിയിൽ മുടങ്ങി. ഒരു വ്യാഴവട്ടക്കാലത്തോളം അവഗണനയിൽ കിടന്ന പദ്ധതിയുടെ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ്. 2015 ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ വൈദ്യുതീകരണം പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും അധികകാലം പ്രവർത്തിച്ചില്ല. വൈദ്യുതി ബിൽ കുടിശ്ശികയായതോടെ അധികൃതർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. പ്രവർത്തിക്കാതെ കിടക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെ കുടിവെള്ള പദ്ധതിയാക്കി മാറ്റിയാൽ പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. വേനൽക്കാലത്ത് ഒരു കാരണവശാലും ടാങ്ക് ലോറിയിൽ വെള്ളം മറ്റത്തൂർ പഞ്ചായത്തിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് വലിയ തോടാണ്. ഇത് 5 സെന്റ് സ്ഥലമാണ്. നമ്മുടെ പഞ്ചായത്ത് ആസ്തിയിലാണ് ഇത് കിടക്കുന്നത്. ഇതിൽ ഇനി ഒരു കിണറും കൂടി കുത്തി കഴിഞ്ഞാൽ ഇതിന്റെ 2 സൈഡിൽ കൂടെ അതിൽ നിന്ന് വലിയ തോട്ടിൽ നിന്ന് ഇതിലേക്ക് പൈപ്പ് ഇട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ കിഴക്കേ കോടാലിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ അതേമാതിരി പദ്ധതിയാക്കാൻ ഇത് സാധിക്കും. നിലവിൽ കിഴക്കേ കോടാലിയിലുള്ള മറ്റത്തൂർ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തുന്നത്. നിലവിലുള്ള പമ്പ് ഹൗസും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ചെലവിൽ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV ന്യൂസ്, കൊടകര. കേരള വിമുക്തി മിഷൻ ജില്ലാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ EMS സ്ക്വയറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവിഷൻ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S പ്രമോദ്, സെന്റ് തോമസ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ, വഴക്കുംപാറ ശ്രീനാരായണ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSS പ്രോഗ്രാം ഓഫീസർ VG രാഖില തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജ്, വഴക്കുംപാറ ശ്രീനാരായണ കോളേജ് എന്നിവിടങ്ങളിലെ NSS വിദ്യാർത്ഥികളും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ DCCയിൽ യൂസഫലി കേച്ചേരി അനുസ്മരണവും സാഹിതി സംഗമവും സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. വയലാർ പി ഭാസ്കരൻ, ONV ശ്രീകുമാരൻ തമ്പി എന്നിവർക്കൊപ്പം സ്ഥാനം നൽകേണ്ട യൂസഫലി കേച്ചേരിക്ക് അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നത് വളരെ സങ്കടകരമാണെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. സംസ്കാര സാഹിതി നിയുക്ത ചെയർമാൻ സത്താർ ആദൂർ അധ്യക്ഷനായി. സംസ്കാര സാഹിതി മുൻ ചെയർമാൻ M സേതുമാധവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് യൂസഫലി കേച്ചേരിയുടെ ഗാനങ്ങളുടെ ആലാപനം നടന്നു. ഈ മാസം 24-25 തീയതികളിൽ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. ബാങ്ക് യൂണിയനുകളും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ചീഫ് ലേബർ കമ്മീഷണറാണ് അനുരഞ്ജന ചർച്ച നടത്തിയത്. തുടർ ചർച്ച ഏപ്രിൽ 3-ാം വാരം നടക്കും. അനുഗ്രഹത്തിന്റെ നിലാവ് പരത്തി റമദാൻ മാസത്തിലെ അവസാന 10 വന്നണഞ്ഞു. കൊയ്തെടുക്കാനുള്ള നാളുകളാണ്. TCV കൊടുങ്ങല്ലൂർ. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ആധുനിക സൗകര്യങ്ങളോടെ ശുചിമുറികൾ നിർമ്മിക്കാനും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ശുചിമുറികളില്ലാത്തത് കാരണം തൊഴിലാളികളും പൊതുജനങ്ങളും ബുദ്ധിമുട്ടുകയാണെന്ന പരാതിയിലാണ് ഉത്തരവ്. തൃശൂർ നഗരസഭാ സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതി ശരിവച്ചു. ശുചിമുറിയില്ലാത്തതിനാൽ മാർക്കറ്റ് പരിസരം വൃത്തിഹീനമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എളനാട് സ്വദേശി ഷാജഹാൻ സമർപ്പിച്ച പരാതിയിലാണ് നടപടി.
കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ രവീന്ദ്രൻ, അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി അജയൻ എന്നിവർ ഞായറാഴ്ച രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. തൃശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, ആർ ബിന്ദു, പി ബാലചന്ദ്രൻ MLA, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ദേവസ്വം സെക്രട്ടറി പി ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30ഓളം കുടുംബശ്രീ അംഗങ്ങൾക്കായി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് കാർവിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബശ്രീ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ കെ രാധാകൃഷ്ണൻ, KK പ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ശോഭു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ് മേഖലയിൽ തൽപരരായ തിരഞ്ഞെടുത്ത 30 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടി 24-ന് സമാപിക്കും. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JSW സ്റ്റീൽ കമ്പനിയുടെ വ്യാജ മുദ്ര പതിപ്പിച്ച് ചാലക്കുടി പോട്ടയിൽ അലുമിനിയം റൂഫിംഗ് ഷീറ്റുകൾ വിൽപ്പന നടത്തിയ കേസിൽ 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി കൈതാരത്ത് മണപ്പുറം വീട്ടിൽ സ്റ്റീവ് ജോൺ, മാനേജർ ചായപ്പൻകുഴി സ്വദേശി പാറേപ്പറമ്പിൽ വീട്ടിൽ സിജോ എബ്രഹാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചൈനയിൽ നിന്നും എത്തിച്ച നിലവാരം കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകളിൽ മുംബൈയിലെ കമ്പനിയുടെ മുദ്ര പതിപ്പിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാജമുദ്ര പതിച്ച 42 ഷീറ്റുകൾ പോലീസ് കണ്ടെടുത്തു. അർബുദ രോഗം ബാധിച്ച നിർധന യുവാവ് ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കൊടകര 1-ാം വാർഡിലെ പൈങ്കിലാത്തുമേത്തിൽ ശ്രീധരന്റെ മകൻ 39 വയസ്സുള്ള രഞ്ജിത്താണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. മാതാപിതാക്കളും ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രഞ്ജിത്ത് രോഗിയായതോടെ നിത്യവൃത്തിക്ക് പോലും വിഷമിക്കുകയാണിവർ. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന രഞ്ജിത്ത് ഇപ്പോൾ മലാശയ ക്യാൻസറിന്റെ 2ാം ഘട്ടത്തിലാണ്. ശസ്ത്രക്രിയയിലൂടെ രഞ്ജിത്തിനെ രക്ഷിക്കാനാവുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇതിനാവശ്യമായ തുക കണ്ടെത്താനാകാതെ വലയുകയാണ് കുടുംബം. ചികിത്സയ്ക്കാവശ്യമായ തുക സമാഹരിക്കുന്നതിനായി വാർഡംഗം പ്രിനല ഗിരീഷിന്റെ അധ്യക്ഷതയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്കിന്റെ കൊടകര ബ്രാഞ്ചിലെ 17700000854000 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. തളിക്കുളത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സൂരജ്, തളിക്കുളം കലാനി സ്വദേശി കുട്ടൻകുളങ്ങര വീട്ടിൽ രാഹുൽ, നാട്ടിക ബീച്ച് സ്വദേശി പുലാക്കൽ വീട്ടിൽ വൈശാഖ് എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം പുതിയങ്ങാടി സ്വദേശി എരമംഗലത്ത് വീട്ടിൽ അബ്ദുൽ കരീം എന്നയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. അബ്ദുൽ കരീമിന്റെ ബന്ധുവായ യുവതി സൂരജുമായി ഒളിച്ചോടിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിലുള്ള വിരോധത്താലാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,270 രൂപ, പവന് 66,160 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷന്റെ അടിയന്തര കൌൺസിൽ യോഗത്തിലും പൊതുചർച്ചകൾ ഉന്നയിച്ച് സമയം വൈകിപ്പിക്കുന്നതിൽ രോഷാകുലനായി മേയർ MK വർഗീസ്. കുടിവെള്ള പൈപ്പ് പൊട്ടൽ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്ന് മേയർ. തൃശൂർ പൂരം പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. പൂരം പ്രദർശനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി പ്രദർശന കമ്മിറ്റി. ഒല്ലൂർ ജംഗ്ഷൻ വികസനം ആശങ്ക മാറാതെ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിനൊരുങ്ങി BJP. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ലാ യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ല. പരിശോധന പേരിന് മാത്രം. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു.
ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ശനിയാഴ്ച. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാളവേലകൾ വൈകിട്ട് കാവിലെത്തും. കുന്നകുളം പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. മരത്തങ്കോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.